എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ആലിയ ഭട്ട് ഫേമസ് ആക്കിയ കേക്കാണ്. ഈ കേക്കിൻ്റെ രുചി എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനാവില്ല, അത്രയ്ക്ക് നല്ല മെൽറ്റ്സ് ഇൻ മൗത്ത് കേക്കാണ്. ഈ കേക്ക് ഞാൻ ഉണ്ടാക്കിയത് മുത്തിൻ്റെ ബർത്ത്ഡേക്കാണ്. 2 കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കേക്ക് മിൽക്ക് കേക്കായിരുന്നു. അപ്പോൾ ഇത് മിഡ് നൈറ്റിൽ നമ്മൾ കട്ട് ചെയ്തൊരു കേക്കാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 3 എഗ് വൈറ്റ്സ് എടുത്തിട്ടുണ്ട്. എഗ് വൈറ്റും യോക്കും വേണം. വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണം. വെള്ളയിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഒരുമിച്ച് ബീറ്റ് ചെയ്താലും മതി. ഒന്നുകൂടെ നല്ല സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിഫ് പീക്സ് ആവുന്നവരെ ബീറ്റ് ചെയ്തു. ഇനി മുട്ടയുടെ മഞ്ഞയിലേക്ക് നമ്മൾ കുറച്ച് വാനില ഷുഗറും പിന്നെ 1 ടീസ്പൂൺ ഓറഞ്ച് എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. ഓറഞ്ച് എസൻസ് ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ മണമാണ് കേക്കിന്. ഓറഞ്ച് എസൻസ് ചേർക്കണം നിർബന്ധമില്ല, വാനില എസൻസ് മാത്രം ചേർത്താലും മതി. ക്രീമി ആകുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. മുട്ടയുടെ ഒരു നല്ല മഞ്ഞ നിറമൊക്കെ മാറി ഒരു ലൈറ്റ് മഞ്ഞയായി കഴിഞ്ഞാൽ ഇതിലേക്ക് പഞ്ചസാര ചേർക്കാം. 225 ഗ്രാം 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 1/2 കപ്പ് ഓയിലാണ്. സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ടോ ചേർക്കാവുന്നതാണ്. ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 225 ഗ്രാമാണ്. 2 കേക്ക് ഉണ്ടാക്കേണ്ടത് കൊണ്ടാണ് ഞാൻ 225 ഗ്രാം, അതായത് 1/4 കപ്പ് എടുത്തിരിക്കുന്നത്. നിങ്ങളിനി ഒരു കേക്ക് ഉണ്ടാക്കിയാൽ മതിയെങ്കിൽ 1 കപ്പ് മൈദ ചേർത്താൽ മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്താൽ മതി. ഇതിലേക്ക് നമ്മളൊരു അത്രയും തന്നെ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായിട്ടൊന്ന് അരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തു. ഇനി അത് ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഇപ്പം നമ്മളിതിൽ മുട്ടയുടെ വെള്ളം ചേർക്കാത്തത് കാരണം ഈ ബാറ്റർ കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ അതൊന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ഇതിലേക്ക് നല്ല ചൂടുള്ള പാലാണ് ചേർക്കുന്നത്. 1/2 കപ്പ് പാലെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയത്. ഒന്ന് തിള വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യാം. അതിന് മുന്നേ ഉള്ളൊരു പരുവാണ്. നല്ല ചൂടായിട്ടുള്ള പാലാണ്. പാലും കൂടെ ചേർത്തിട്ട് കട്ടകളില്ലാതെ ബാറ്റർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഹോട്ട് മിൽക്ക് മാർബിൾ കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ്സ് ഇതിലേക്ക് കുറേശ്ശായിട്ട് ചേർത്തിട്ട് ലൈറ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. സ്പോഞ്ച് കേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് നോക്കാവുന്നതാണ്. വാനില ബേസ്ഡ് ആയിട്ടുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എഗ് വൈറ്റ്സ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുപാടങ്ങ് മിക്സ് ചെയ്യണ്ട, നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഈ കേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഓവൻ ഇല്ലാതെയും ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം പാത്രത്തിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പാത്രം പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. ഓവനും 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഈ കേക്ക് തയ്യാറാക്കുന്നത് 2 ടിന്നിലാണ്. ഒരെണ്ണം 8 ഇഞ്ചിൻ്റെയും ഒരെണ്ണം 7 ഇഞ്ചിൻ്റെയും ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മറ്റൊരു കേക്കും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിന്ന് ഓയിൽ സ്പ്രേ ചെയ്തിട്ട് മൈദ ഡസ്റ്റ് ചെയ്തിട്ടാണ് കേക്ക് ടിൻ എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. 8 ഇഞ്ചിൻ്റെയും 7 ഇഞ്ചിൻ്റെയും 2 ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇനി 9 ഇഞ്ചിൻ്റെ ടിന്നിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചിട്ടും ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ്സാണ് ഞാനിത് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ടൈം. അപ്പോൾ എയർ ബബിൾസ് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സ്ക്യൂവർ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ എക്സ്ട്രാ ഉള്ള എയർ ബബിൾസൊക്കെ പോവും. അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ടൂത്ത് പിക്ക് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ ഏത് ടൈപ്പ് ഫ്രോസ്റ്റിംഗ് ചെയ്യാനും ഈ കേക്ക് നല്ലതാണ്. അപ്പോൾ ടൂത്ത് പിക്ക് നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് ഒരു കൂളിംഗ് റാക്കിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് കേക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ആ ചെറിയ കേക്കാണ് മിൽക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തത്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ബ്രൗൺ ആയിട്ടിരിക്കുന്ന ഭാഗമെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. കേക്ക് ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോൾ നല്ലൊരു ഭംഗി കിട്ടും. അതുപോലെ തന്നെ സൈഡും ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ആ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്യുക. ശരിക്കുള്ള മിൽക്ക് കേക്ക് എന്ന് പറയുന്നത് 3 ടൈപ്പിലുള്ള മിൽക്ക് വെച്ചിട്ട് സോക്ക് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ 3 ടൈപ്പിലുള്ള മിൽക്ക് വേണം. അപ്പം അതിൽ വന്നിട്ടുള്ളത് നോർമൽ മിൽക്കുണ്ട്, പിന്നെ കണ്ടൻസ്ഡ് മിൽക്കുണ്ട്, പിന്നെ ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറഞ്ഞ ആ ഒരു മിൽക്കുമാണ്.
അതിൻ്റെ റിയൽ റെസിപ്പിയിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഫുൾ ഫാറ്റ് പാലാണ്, പാടൊന്നും നീക്കാത്ത പാലാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പശുവിൻ പാലാണെങ്കിൽ തിളപ്പിച്ചിട്ട് ആറിയിട്ടെടുക്കുക. പാക്കറ്റ് പാലാണെങ്കിൽ തിളപ്പിക്കാതെയും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന പാലെന്ന് പറയുന്നത് പാസ്ചറൈസ്ഡ് പാലാണ്. അതുകൊണ്ട് ഞാൻ അതേപടി ചേർത്ത് കൊടുത്തു. റിയൽ റെസിപ്പിയിൽ ഇവാപ്പറേറ്റഡ് മിൽക്കാണ് ചേർക്കുന്നത്. പക്ഷേ ഇവാപ്പറേറ്റഡ് മിൽക്ക് കിട്ടാനില്ലാത്തവർക്ക് വിപ്പിംഗ് ക്രീം 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ചെറിയ കേക്ക് സോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സൊല്യൂഷനാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ വലിയ കേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മെഷർമെൻറ്റ്സ് ഡബിൾ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മധുരം നോക്കുക. കണ്ടൻസ്ഡ് മിൽക്കിൽ നല്ല മധുരം ഉണ്ടാവും. ഇനി അത് പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് സോക്ക് ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കിയതിലേക്ക് കുറച്ച് ഹോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഈ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്കൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ആക്ച്വലി ബ്രഷ് ചെയ്യുമല്ല, നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കേക്ക് നന്നായിട്ട് സോക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് കുറേ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് ഒരു കുഴിയുള്ളൊരു പാത്രത്തിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ആദ്യം ഇത് സോക്ക് ചെയ്യുന്നത്. നന്നായിട്ട് സോക്കായതിന് ശേഷമാണ് ഞാൻ ഡെക്കറേഷന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ എടുത്തിരിക്കുന്ന സൊല്യൂഷനിൽ നിന്ന് പകുതി സൊല്യൂഷൻ എടുത്തിട്ട് നമ്മൾ ഈ കേക്ക് മുഴുവനായിട്ടൊന്ന് സോക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു 30 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ സൊല്യൂഷൻ മുഴുവനായിട്ടും ഈ കേക്ക് അബ്സോർബ് ചെയ്ത് ഇരിക്കും. എന്നിട്ടാണ് നമ്മളിതിലേക്ക് ക്രീം ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നത്. മിനിമം ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എപ്പോഴും നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം സൂക്ഷിക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലിരിക്കുന്ന മറ്റ് സാധനങ്ങളുടെ സ്മെല്ല് ഇതിലേക്ക് വരും. നന്നായിട്ട് കവർ ചെയ്തിട്ട് വേണം വെക്കാൻ. ഇനി ഇതവിടെ സോക്കാവുന്ന സമയം കൊണ്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ക്രീം എങ്ങനെയാണ് വിപ്പ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളതിന് വേണ്ടിയിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. ഞാനിവിടെ എടുക്കുന്നത് 40% ഫാറ്റുള്ള വിപ്പിംഗ് ക്രീമാണ്. നാട്ടിലേക്ക് വിപ്പിംഗ് ക്രീമായാലും പൗഡറായാലും അത് വിപ്പ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല സ്റ്റേബിളുമാണ്. അതുപോലെ നല്ലൊരു വൈറ്റ് കളറും കിട്ടും. പക്ഷേ നമ്മൾ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് കിട്ടുന്ന പാലെന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള വേറെ അഡൾട്രേഷനോ കാര്യങ്ങളോ ഒന്നും ചേർക്കാത്ത ഫ്രഷ് ആയിട്ടുള്ള പ്യുവറായിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ അതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു യെല്ലോയിഷ് ഷെയ്ഡാണ്. പിന്നെ നമ്മൾ എത്ര വിപ്പ് ചെയ്തെടുത്താലും ഒരു സ്റ്റെബിലൈസേഷൻ നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൻ്റെ പോലെ കാണില്ല. നാട്ടിലെ വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റും വേറൊരു ആർട്ടിഫിഷ്യൽ ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. പക്ഷേ ഈ ഒരു വിപ്പിംഗ് ക്രീമിന് റിയൽ ആയിട്ടുള്ള ഒരു മിൽക്കിൻ്റെ ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള പൗഡേർഡ് ഷുഗർ 3 ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തു. മധുരമൊന്നും ഇല്ലാതെയാണ് വിപ്പിംഗ് ക്രീം ഇവിടെ വരുന്നത്. നമ്മൾ ഈ പൗഡേർഡ് ഷുഗർ ചേർത്തിട്ട് വേണം എപ്പോഴും ഇതുപോലുള്ള വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇത് കൂടാതെ ഒരു 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർക്കുന്നുണ്ട്, ഒന്നുകൂടെ സ്റ്റെബിലൈസ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വാനില ഷുഗറും കൂടെ ചേർക്കുന്നുണ്ട്. എപ്പോഴും വിപ്പിംഗ് ക്രീമൊക്കെ ചെയ്യുമ്പം എസൻസിന് പകരം ഷുഗർ ചേർക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. പെട്ടെന്ന് നന്നായിട്ട് വിപ്പായി കിട്ടും. ഇനി ഇത് ഒരു മീഡിയം ടു ലോ സ്പീഡിലിട്ട് നമുക്കൊന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റിഫായിട്ടുള്ള നല്ല ലൈറ്റ് കളേർഡായിട്ടുള്ള വിപ്പിംഗ് ക്രീം കിട്ടും. നമ്മൾ ആ പൗഡേർഡ് ഷുഗറും കോൺഫ്ലോറും ചേർക്കുമ്പോൾ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു യെല്ലോയിഷ് ഷെയ്ഡ് മാറിയിട്ട് ഒന്നുകൂടെ ഒന്ന് വൈറ്റ് ഷെയ്ഡിലേക്ക് ഇത് മാറും. ഇത് ഓവർ ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരു കറക്റ്റ് പോയിൻ്റ് എത്തുമ്പോൾ നമ്മൾ ബീറ്റിങ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഏകദേശം നമ്മുടെ വിപ്പിംഗ് ക്രീം വിപ്പായിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റേബിളും ആയിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ചുകൂടെ ഒന്ന് സെറ്റായി കിട്ടും. പക്ഷെ ഞാനിങ്ങനെ തന്നെയാണ് ഇപ്പോൾ പൈപ്പ് ചെയ്യാൻ പോകുന്നത്. അത്യാവശ്യം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു ഗോൾഡൻ പ്ലേറ്റാണ്. അപ്പോൾ അതിലാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന കേക്ക് ആ ഒരു സൊല്യൂഷൻ എല്ലാം അബ്സോർബ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമുക്ക് ഈ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. സൂക്ഷിച്ച് എടുത്തതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആദ്യം നമുക്ക് മുകളിലൊന്ന് പൈപ്പ് ചെയ്യാം. മുകളിൽ മാത്രമായിട്ട് പൈപ്പ് ചെയ്യാം. ഞാനിവിടെ സൈഡും കൂടെ ഒന്ന് പൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ഒരു കേക്കിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ യെല്ലോ കളറൊക്കെ മാറി ഒരു വൈറ്റ് കളറിലേക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിത് പൈപ്പ് ചെയ്യാനും ഒക്കെ പറ്റും.
അപ്പോൾ ആദ്യം മുകളിലൊന്ന് പൈപ്പ് ചെയ്തു, അതുപോലെ തന്നെ സൈഡിലും കൂടെ ഒന്ന് പൈപ്പ് ചെയ്തു. സൈഡിൽ അപ്പം ഈവൻ ആയിട്ടല്ലാന്നുണ്ടെങ്കിൽ സൈഡിലൊന്ന് പൈപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇത് ഒന്ന് സ്മൂത്താക്കുക. ചെറിയൊരു പാലറ്റ് നൈഫ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് സ്മൂത്താക്കി എടുക്കുന്നത്. നല്ല കട്ടിക്ക് തന്നെയാണ് നമ്മൾ ക്രീം മുകളിലും സൈഡിലും വെച്ച് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ വീട്ടിലേക്കുള്ള ആവശ്യത്തിനായതുകൊണ്ട് ഒരുപാടങ്ങ് പെർഫെക്റ്റ് ഫിനിഷ് ഇപ്പോൾ കൊടുത്തിട്ടില്ല, അത്യാവശ്യം ഒന്ന് സ്മൂത്താക്കി എടുത്തതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് സ്ട്രോബെറീസും അതുപോലെ ബ്ലൂബെറിയും വേണം. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു സ്ട്രോബെറി എടുത്തിട്ട് നമ്മൾ 4 കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം സ്ട്രോബെറിയുടെ വലിപ്പം നീളം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. നമ്മുടെ ബാക്കി വന്ന സൊല്യൂഷൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ മറക്കരുത്. നന്നായിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. കേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. സൊല്യൂഷൻ ഞാൻ പറഞ്ഞത് കറക്റ്റ് എമൗണ്ടിലാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പം നിങ്ങൾ വലിയ കേക്കാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിളായിട്ട് മെഷർമെൻറ്റ്സ് എടുക്കാൻ മറക്കരുത്. ആ ഒരു സൊല്യൂഷനും കൂടി കേക്കിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ മിഡ് നൈറ്റ് ആയപ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്ത് മുത്താണ് കേക്ക് കട്ട് ചെയ്യുന്നത്. അവർ ഉറങ്ങിപ്പോയായിരുന്നു, അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചാണ് ഇത് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഓരോ പാത്രത്തിലേക്ക് വെച്ചിട്ട് നമുക്ക് ആ ഒരു സൊല്യൂഷൻ ഇതിൻ്റെ സൈഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ക്രീം വെച്ചിട്ടുള്ള കേക്ക് ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഇഷ്ടമാകുന്ന രീതിയിലുള്ളൊരു കേക്കാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്